വലിയ ഗിഫ്റ്റ് ആയിട്ട് സായിച്ച് വരുന്നുണ്ട്. അയ്യോ ഏത് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറ. എന്ത് ഭാഷയാ? അതായത് ഭാഷ ഒരു ചെറിയ ഓൾറെഡി ചെറിയ ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഇന്നത്തേത് അല്ലേ? എനിക്കറിയില്ലല്ലോ. ഹലോ ഗായ്സ്, ഇവന്റെ ഭാഷ മലയാളമല്ല. പുതിയ പുതിയ ലിപികൾ കണ്ടുപിടിക്കുന്നുണ്ട് ഭാഷയില്. വലിയ ഗിഫ്റ്റ് ആയിട്ട് സായിച്ച് വരുന്നുണ്ട്. നമ്മളിതൊരു പേജിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയ ഒരു സംഭവമാണ്. ഇതിപ്പോൾ ഇപ്പോഴേ ആവശ്യമുണ്ടോയെന്നല്ല നിങ്ങൾക്ക് തോന്നും, പക്ഷെ എന്നാലും അല്ലേ നമ്മളെന്തായാലും ഇത് മുൻകൂട്ടി അങ്ങ് വാങ്ങുന്നതാണ്. ഞാൻ തുറന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മോളിൽ നിന്നാക്കാം, ഓപ്പൺ ആക്കാം. മോളിൽ നിന്ന് ഓപ്പൺ ആക്കാം നമുക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മുകളിൽ പോയിട്ട് എടുക്കാം. വിളിക്കാൻ പോയത് എച്ചോട്ടനോട് പറഞ്ഞ അമ്മമ്മേനെ വിളിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് പോയിട്ട് അമ്മമ്മേനെ വിളിച്ചിട്ട് വന്ന എന്റെ മോൻ എച്ചോട്ടെ അടിപൊളി സൂപ്പർ. എല്ലാത്തരം ഉത്തരവാദിത്വം ഉള്ളൊരു മോനാണ് നമ്മുടെ എച്ചോട്ടെ. അയച്ചിടാനാണ് ആശ ആദ്യം മുകളിൽ കയറിയ. ഗേറ്റ് അടച്ചില്ലെങ്കിലുള്ള അവസ്ഥ നീ ചോദിക്കട്ടെ. അതാ പോകുന്ന പോക്ക് നോക്കിയാട്ടെ. മെല്ല 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 മെല്ല. അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമൊന്നുമില്ല, വെറുതെ ഒരു വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ വിചാരിക്കുന്നേ അല്ലേ? എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്കിപ്പോ ഓ നടന്ന് ഇന്നിങ്ങ എത്തുവാ. അങ്ങനെ നമ്മുടെ പുതിയൊരു വ്ളോഗ് വെറുതെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ വീട് പണി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ച് നമുക്ക് ഈ യാത്ര എടുക്കാല്ലേ? ഏത് പറഞ്ഞ പോലെ അതെന്നാ പറഞ്ഞ പോലെ ഇതെന്നാ വെച്ചൂട്ടാ ബ്ലാബ്ലുവാ എന്താണ് അത്? ഇതെന്നാ വലിയ പെട്ടിയിലുണ്ടല്ല എന്നാ സംഭവം ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായതുകൊണ്ട് വലിയ സർപ്രൈസ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല, നല്ല മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ സമയത്ത് ബേബി പ്രൊഡക്ട്സ് അല്ലാണ്ട് കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി നമുക്കൊന്ന് സെറ്റാക്കി വെക്കണം എന്ന്. ഒരുവിധമല്ല അങ്ങനെ മൊത്തത്തിലുള്ള സെറ്റ് അങ്ങനെ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ നമുക്ക് മോനെ എന്നാ ഇത് അടിച്ച് പൊട്ടിക്കാനുള്ള പരിപാടിയാ? അടിച്ച് ഇവിടെ ഇതെല്ലാം പ്രതീക്ഷിച്ച് നിന്ന പോലെ തന്നെ ഉള്ളത് കൂളായിട്ട് തുറക്കുന്നുണ്ട്. അപ്പൊ ഇത് സംഭവം എന്താണെന്ന് വെച്ചാല് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാം അല്ലേ ഇത് സംഭവം എന്താന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും മനസ്സിലാവും ഈ സംഭവം എന്താണ്, ഈ ഒരു സമയത്ത് നമ്മൾ വാങ്ങേണ്ട സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. നമ്മുടെ ബേബി പ്രൊഡക്ട്സ് എല്ലാ ഐറ്റംസും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ എച്ചുവിന്റെ ടൈമിന് നമ്മൾ ഇതേപോലെ എല്ലാ സെറ്റും മൊത്തത്തിൽ നമ്മളങ്ങനെ വാങ്ങിയില്ല. ഇതേ ടീമിന്റെ അടുത്ത് തന്നെ വാങ്ങിയില്ല കേട്ടോ നമ്മള്. അങ്ങനെ നമ്മുടെ അൺബോക്സിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കിക്ക് ബോക്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇതെന്നാ മോനെ എച്ചോട്ടിന്റെ വക ആടെ ഒരു അൺബോക്സിംഗ് നടക്കുന്നുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇന്നുണ്ട് ഹാപ്പി ആയില്ലേ? ഇനി ഐറ്റങ്ങളൊന്നും വാങ്ങാൻ ബാക്കിയില്ലല്ലോ, എല്ലാം ഒരു വിധായില്ലേ? ഇത് നല്ല കുഞ്ഞി കുപ്പായം. കുഞ്ഞി കുപ്പായം കാണും വേറെ തന്നെ സന്തോഷം അല്ലേ? കുഞ്ഞി കുട്ടികളെ ഇത് നമ്മളെ സംഭവം മൊത്തം സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇനി ഇത് ഇതുപോലെ ഇതിപ്പോ കാണിച്ചു, ഇനി ഇത് അതുപോലെ പാക്ക് ചെയ്ത് അവിടെ വെക്കും. എന്നിട്ട് നമ്മളെ ടൈം ആകുമ്പോൾ നമ്മൾ എടുത്തിട്ട് ഒരു പ്രയോഗിക്കലാണ് ഇതെല്ലാം കൂടി.
അപ്പൊ ഇതല്ല ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി, കുറച്ചും കൂടി പരിപാടി ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോക്കാൻ നേടിയാന്ന് ഈ ഒരു കോലം കണ്ട, ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് സാധാരണ നിങ്ങളെ ലേഡിയ പോക്ക് എന്നാണ് ഈ ഡ്രസ്? ഒരു കുപ്പായം വേറെ കളറ്, ഈ ഷാള് വേറെ കളറ്, ഇതെല്ലാം വേറെ കളറാക്കിട്ട് ഇങ്ങനെ ഒരു രൂപത്തിൽ നിങ്ങൾ എവിടെയൊക്കെയാണ് പോകാറ്? വീട്ടിന്റെ അടുത്തുള്ള അംഗൻവാടി പോകുമ്പോ ഉള്ള ഒരുവിധം ഒരുവിധം എല്ലാരും ഏകദേശം ഈ കോലത്തിലാണ് പോകാറ് എന്നാണ് എന്റെ ഒരു നിഗമനം. നമ്മളൊന്ന് അംഗൻവാടി പോയിട്ട് വരാം, ഇവിടെ ഒന്ന് ചേർത്തിട്ട് വരണോ. അപ്പൊ അംഗൻവാടി പോയിട്ട് നമുക്ക് എച്ചൂട്ടിന്റെ കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ വാങ്ങാനുണ്ട്. ഇവർക്ക് കുറച്ച് ഗോതമ്പ് കഞ്ഞിയും ഗോതമ്പും വാങ്ങാനുണ്ട്. അമൃതം പൊടി മോൻ, എനിക്ക് അമൃതം പൊടി വേണ്ടേ? വേണാ? തൂക്കി ചുവന്ന ബനിയനോടെ തൂക്കം നോക്കണം പോയില്ല. അതല്ല അതല്ലേ തൂക്കി ചേച്ചിട്ടാ. നോക്കി ഇങ്ങോട്ടൊക്കെ എടാ ഇത് നോക്കിയാ കിലോ ഉണ്ട് മോനെ, നീ 1.5 കിലോ ഉള്ള മോനാ ഇത്. ഊഞ്ഞാലടിപ്പോ എന്നാ നോക്കുന്നേ? ഒരാട്ടം കരയുന്നതാ. അടിച്ചാ നീ ആരെങ്കിലോ? പോയി സോറി പറ. ഇതിനകത്തേക്ക് വിട്ടാൽ ചിലപ്പം വലിയ കലാപം ഉണ്ടാകാനാ ഞാനക്ക്. ആടാ ചേച്ചിന് തല്ലിട്ട് വന്നല്ലടാ നീ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മുടെ ഒരു ചെറിയൊരു സർപ്രൈസ്, പിന്നെ നമ്മുടെ അംഗൻവാടി പോയിട്ട് അമൃതം പൊടി അങ്ങനെയുള്ള നമ്മുടെ പ്രോട്ടീൻ പൗഡർ എല്ലാം കൂടി ചുമന്നുകൊണ്ട് വന്ന്, പിന്നെ വേറെ പരിപാടി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെയുള്ളതൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ മഴക്കാലം കാറ്റും മഴയെല്ലാം വരാൻ പോക്കാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ, നമ്മളെ വീടിൻ്റെ മുകളിൽ ആ റബ്ബറിൻ്റെ കൊമ്പ് അങ്ങനെ പൊട്ടി വീണേനും കേട്ടോ. ഞാൻ ഇനി ഏതായാലും ആ കൊമ്പെല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടി അത് മുറിച്ച് കളഞ്ഞു. ആ മരത്തിൻ്റെ അല്ലോ ഇല്ല, അതിൻ്റെ ചെറിയ കൊമ്പ് അങ്ങനത്തെ വലിയ പുറമേയുള്ള ഭാഗം മാത്രമേ വീണില്ല. അതുകൊണ്ട് എന്തോ ഭാഗത്തിന് വേറെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതെല്ലാം കൊത്തി കളഞ്ഞിട്ടുണ്ട്, നമ്മൾ ആളെ വിളിച്ച് എല്ലാം കൊത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നല്ല കാറ്റും മഴയും മിന്നലും ഇടിയും. എൻ്റെ റൂമിലെ ചൂട് സഹിക്കാൻ പറ്റായിട്ട് ഒരു AC വാങ്ങി ഫിറ്റാക്കി എൻ്റെ സ്റ്റെബിലൈസർ വരെ അടിച്ചു പോയി. അത് എങ്ങനെ പോയതൊന്നും അറിയില്ല. അത് ഇടി കൊണ്ടിട്ടാണോന്ന് അറിയില്ലേ. ഞാനേതായാലും അതിൻ്റെ ചപ്പും അത് അതിൻ്റെ കൊമ്പെല്ലാം എടുത്തിട്ട് ഒന്ന് മാറ്റാന്ന് വെച്ചിട്ട് പോകുന്നത്. ഇപ്പം ആദ്യം നല്ല ഇടിയും മഴയും വരാൻ പോകുന്നുണ്ട് കേട്ടോ. നല്ല അടുത്ത മഴ വരാൻ പോകുന്നുണ്ട്, മിന്നലെല്ലാം വരുന്നുണ്ട്. കഴിഞ്ഞിരിക്കുകയാണ്. എച്ചൂടൻ അപ്പുറത്തെ വീട്ടിലുള്ള കളിക്കാൻ വേണ്ടി അവിടെ കൊണ്ടാക്കിയിട്ടേനുള്ള അതിനെയും കൂട്ടിയിട്ട് അവിടെ വന്നിട്ട് ഇറത്തിരിക്കുന്നത്. ഇപ്പം എന്തോ തിരക്കായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഒരാൾ. തുണി അപ്പുറത്തെ വീട്ടിലെല്ലാം കൊണ്ടായിട്ട് ഇട്ടിട്ടുള്ളത്, അത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ അതിന് മുകളിൽ കയറിയിട്ട് അതെല്ലാം ഒന്ന് എടുത്ത് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ കാണുന്നില്ല. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. ഇങ്ങനെ കണ്ടാ ഞാൻ പറഞ്ഞില്ല, നമ്മളെ സ്റ്റെബിലൈസർ അടിച്ച് പോയി നന്നാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് അപ്പുറം കൊണ്ടുവച്ചു. അത്